അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജെയിംസ് CP അവറുകളാണ്. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്ദിയോടെ സ്മരിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുമ്പോൾ അത് ഏതൊരു പ്രേക്ഷകർക്കും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം തന്നെ നടത്തിയ അത്ഭുതകരമായ വഴികൾ കഴിഞ്ഞ ചില നാളുകളായി കർത്താവിന്റെ ദാസൻ ഡയാലിസിസിനോടുള്ള ബന്ധത്തില് താനെ കടന്നു പോകുന്ന തന്റെ അനുഭവങ്ങളിലും കർത്താവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കപ്പെട്ട ഒരുപാട് ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് എവർക്കും കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിന്റെ മേലവരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണം. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ച രാത്രി 9 മണി മുതൽ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. കർത്താവിന്റെ മേലവരെ സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പ്രിയ ജെയിംസ് CP അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് CP ജെയിംസ്. എനിക്ക് ഭാര്യ, ഒരു മോൻ, മകൻ്റെ ഭാര്യ, ഒരു കുഞ്ഞു കുട്ടി. ഞങ്ങളെ ഇത്രയും പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ചേലച്ചോട് എന്ന് പറയുന്നതായ ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു ഹിൽ ഏരിയയാണ്. ഹൈ റേഞ്ച് എന്നാണ് മൊത്തത്തിൽ ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു സുവിശേഷകനാണ്. കർത്താവിൻ്റെ വേലയിൽ ഹൈ റേഞ്ചിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 30ഓളം വർഷങ്ങളായി. ഇന്നും കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നു എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ എന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. മോനുണ്ട്. മോന് ഒരു കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്നു. അവരുടെ മോള് പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല, വീട്ടിലുണ്ട്. കുഞ്ഞ് മോളുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യാദികളൊക്കെ നോക്കി വീട്ടിൽ തന്നെ അങ്ങനെ താമസിക്കുന്നു. എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്. ഇപ്പോൾ ഏകദേശം 87 വയസ്സോളം ഉണ്ട്. അവർ ഹൈ റേഞ്ചിലില്ല. അമ്മയുണ്ട്. അമ്മ അല്പം ശാരീരികമായ ബുദ്ധിമുട്ടാണ്. 3.5 വർഷമായിട്ട് അമ്മ സ്ട്രോക്ക് വന്ന് ഒരു വൺ സൈഡ് തളർന്നിങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയാണ്. അവർ രണ്ടുപേരും ഏതാണ്ട് 50-55ഓളം വർഷങ്ങൾ ഹൈ റേഞ്ചിൻ്റെ വിവിധ മേഖലകളിൽ കർത്താവിൻ്റെ മഹനീയമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ പ്രായത്തിൻ്റെ ആധിക്യ നിമിത്തവും അനാരോഗ്യ നിമിത്തവും ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. ഞങ്ങൾ ഒരപ്പനും അമ്മയ്ക്കും 7 മക്കളാണ്. 3 ആണും 4 പെണ്ണും. അങ്ങനെ ഞങ്ങൾ 7 മക്കളാണ്. അതിൽ കർത്താവിൻ്റെ വേലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളവരൊക്കെ ഓരോരോ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുക്കി ജില്ലയിൽ ഞാൻ മാത്രമേ താമസിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ചിലര് കൊല്ലം ജില്ലയിലുണ്ട്, മറ്റു ചിലര് പത്തനംതിട്ട ജില്ലയിലുണ്ട്, ചിലര് കോട്ടയം ജില്ലയിലുണ്ട്. അങ്ങനെ ആ വിധത്തിലൊക്കെയാണ്. എല്ലാവരും കുടുംബസ്ഥരാണ്. എല്ലാവർക്കും പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചയച്ചു, ആൺകുട്ടികളൊക്കെ വിവാഹം കഴിച്ചു. അങ്ങനെ എല്ലാവരും കുടുംബസ്ഥരാണ്. അവരൊക്കെ ഇങ്ങനെ ഓരോ ഇടങ്ങളിലേക്ക് പോകുന്നു. കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് 10ാം ക്ലാസ് വരെ പഠിക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം ഞങ്ങൾ താമസിക്കുന്ന മേഖല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊന്നും അടുത്തൊന്നും ഒരു സ്കൂളില്ല. ഏതാണ്ട് 15ഓളം കിലോമീറ്റർ നടന്നാണ് എൻ്റെ സ്കൂളിലെ വിദ്യാഭ്യാസം
ഞാൻ കഴിച്ചു കൂട്ടിയത്. അന്ന് ഭക്ഷണത്തിനൊക്കെയുള്ള ബുദ്ധിമുട്ടും ഈ ദീർഘദൂര നടപ്പും ഒക്കെ കാരണം സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന ഉടനെ തന്നെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങും. വേണ്ട വിധത്തിൽ പഠിക്കാനോ ഒന്നും സാധിച്ചില്ല. അതിന്റെ പേരിൽ എനിക്ക് കൂടുതൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഒന്നാമത്. രണ്ടാമത്, എന്നെ പഠിപ്പിക്കാനുള്ള ഞങ്ങൾ ഇത്ര 7 മക്കളുള്ളത് കൊണ്ട് എന്നെ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എൻ്റെ മാതാപിതാക്കന്മാർക്ക് വളരെ കുറവായിരുന്നു. ആ കാരണങ്ങൾ കൊണ്ട് ഞാൻ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ പഠിച്ച് നിർത്തേണ്ടതായിട്ട് വന്നു. ഞാൻ എൻ്റെ ബാല്യകാലം ഞാൻ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ നിന്ന് എന്നെ പഠിപ്പിക്കാൻ എൻ്റെ മാതാപിതാക്കന്മാർക്ക് കഴിവില്ലാത്തത് കൊണ്ട് എന്നെ എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ താമസിക്കുന്ന കോട്ടയം ജില്ലയിൽ ഞീഴൂര് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി വിദ്യാഭ്യാസത്തിന് വേണ്ടി വിട്ടു. അന്ന് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോ അന്ന് ഞങ്ങൾ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലൊന്നും അല്ല. അന്ന് എൻ്റെ അപ്പച്ചൻ, എൻ്റെ പപ്പ CSIയിലെ ഒരു ഉപദേശിയായിട്ട് ജോലി ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ താമസിക്കുന്നു. എന്നാൽ അവിടുത്തെ വല്യച്ഛൻ അവര് കുടുംബമായിട്ട് അന്ന് പെന്തക്കോസ്തിന്റെ അനുഭവത്തിലാണ്. ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ ഭാഗമായിട്ടാണ് അന്ന് നിന്നത്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ കൂടി ഈ പാട്ടും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം പഠിക്കുകയും അവരുടെ കൂടെ അങ്ങനെ നിന്ന് നിമിത്തം ഏതാണ്ട് ഒരു 8 വയസ്സ് പ്രായമുള്ള സമയത്ത് എനിക്ക് കർത്താവിനെ അറിയുവാനും അന്നത്തെ യോഗത്തിൽ എനിക്ക് അഭിഷേകം പ്രാപിക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ 7 വരെ അവിടെ നിന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് ഇടുക്കിയിലേക്ക് പോന്നു. അപ്പൊ പിന്നെ ആ അനുഭവം എല്ലാം എന്നിൽ നിന്നങ്ങോട്ട് മാറിപ്പോയി. അങ്ങനെ വീണ്ടും ഞാൻ പഴയ ആ സമുദായത്തിൻ്റെതായ CSIയുടേതായ ചട്ടക്കൂട്ടിലേക്ക് വീണ്ടും എനിക്ക് ആയിത്തീരേണ്ടതായിട്ട് വന്നു. അങ്ങനെ എൻ്റെ പിതാവും മാതാവും മണിയാറൻകുടി എന്ന് പറയുന്ന സ്ഥലത്ത് CSIയുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായി. അന്നത്തെ രീതിയിൽ ഞങ്ങൾക്കറിയാവുന്നത് പോലെയുള്ള ഉപദേശിമാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പലരുടെ അഭിപ്രായം പറഞ്ഞു. ചിലർ പറഞ്ഞു ഇത് പ്രാർത്ഥന കൊണ്ട് മാറുകയില്ല, ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കണമെന്ന് പറയാനിടയായി. അങ്ങനെ പല ആശുപത്രികളിൽ കയറി ഇറങ്ങി. എന്നിട്ടൊന്നും അമ്മയ്ക്ക് വേണ്ട വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു സൗഖ്യം ഉണ്ടായില്ല. പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരുന്നു. അന്ന് പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള എൻ്റെ ഇളയ സഹോദരി ഉണ്ടായിരുന്നു. ഈ മാനസിക അസ്വാസ്ഥ്യം വരുന്ന സമയത്ത് കുഞ്ഞ് പാല് കുടിച്ചോണ്ടിരിക്കുന്ന സമയമാണ് കുഞ്ഞിനെ എടുത്ത് നിലത്തോട്ട് എറിയുന്ന പോലുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ അസ്വാസ്ഥ്യത വരുമ്പോൾ എൻ്റെ പിതാവിനോട് ഒട്ടും തീരെ ഇഷ്ടമല്ല. ഭയങ്കരമായിട്ട് കയർക്കുകയും ഉപദ്രവിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ CSIയിലെ അവരുടെ ഇടവക്കാരെല്ലാം ഞങ്ങൾ കൂടി ഒന്നിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഈ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ അവലംബിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ വളരെ നിരാശയോടെ CSIയുടെ ആ കോമ്പൗണ്ട് വിട്ട് ഞങ്ങൾ അന്ന് 4 മക്കളേ ഉള്ളൂ. ഞങ്ങൾ 4 മക്കളെയും കൂട്ടി എൻ്റെ അപ്പനും അമ്മയും അവിടുന്ന് മടങ്ങി പോരേണ്ടതായിട്ട് വന്നു. ഞങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് 1 സെന്റ് ഭൂമിയോ പാർക്കാൻ ഒരു വീടോ അന്നില്ലായിരുന്നു. അന്നത്തെ രീതിയിൽ അനുസരിച്ചൊരു കൂട്ടുകുടുംബം, പല വീടുകളിൽ പോയി ഞങ്ങൾ കൂട്ടുകുടുംബമായി താമസിച്ച് കൊണ്ടിരുന്നൊരു കാലത്തെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ ഇനി എന്താണ് വഴിയെന്ന് ആലോചിച്ച് വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇത് രോഗമല്ല, ഇത് ഒരു ബന്ധനമാണ്. അതുകൊണ്ട് ഇതിന് നിങ്ങൾ ഇനി മരുന്ന് തേടി പോകേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം
നിങ്ങളെ രക്ഷിക്കും എന്ന് പറയാനിടയായി തീർന്നു. CSIയുടെ ഒരു ഉപദേശിയായിരിക്കുന്ന എൻ്റെ പിതാവിന് പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ നിൽക്കുന്ന ഒരു പാസ്റ്ററെ വിളിച്ച് വീട്ടിൽ പ്രാർത്ഥിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അന്നത്തെ കാലത്ത് ഒരു അഭിമാനത്തിന്റെ പ്രശ്നം കൂടെ ആയിരുന്നു. എങ്കിലും ആ ദൈവദാസന്റെ നിർബന്ധം മൂലവും എൻ്റെ പപ്പയുടെ മൂത്ത ജ്യേഷ്ഠൻ, അവര് പെന്തക്കോസ്തിലായിരുന്നു, അവരുടെ നിർബന്ധം മൂലവും അന്നത്തെ എൻ്റെ ബാല്യകാലമാണ് ഞാൻ ഓർക്കുന്നുണ്ട്. പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു PD മോസസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ, അന്ന് എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിന് ഒരു 60 വയസ്സ് പ്രായം കാണും. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ശക്തമായ ആ ഒരവസ്ഥയിൽ നിന്നൊരല്പം അയവുണ്ടായി. അപ്പോൾ തന്നെ എൻ്റെ പപ്പായ്ക്കും ഒക്കെ ഒരു വിശ്വാസം ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഉടനെ തന്നെ ആ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ താമസിച്ച പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പയുടെ നാട്ടിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഈ മണിയാറൻകുടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ വിവിധ ഇടങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിച്ചു. ഏതായാലും ചില പ്രാർത്ഥനകൾ അമ്മയുടെ പേർക്ക് നടത്തി. കർത്താവ് പൂർണ്ണമായിരിക്കുന്ന സൗഖ്യം കൊടുത്തു. എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഓർക്കുന്ന 1970 ഈ അനുഭവം ഉണ്ടായെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോ ആ കാലഘട്ടത്തിൽ അങ്ങനെ അമ്മയ്ക്ക് പൂർണ്ണ വിടുതലായി കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പയ്ക്ക് കൂടുതൽ വിശ്വാസം വരികയും പെന്തക്കോസ്തിൻ്റെതായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. അന്ന് പപ്പായും എൻ്റെ അമ്മയും ഞങ്ങളും CSIയിൽ അന്ന് കൂടിക്കൊണ്ടിരുന്ന കുടുംബക്കാരിൽ ഒരു 4 കുടുംബം അതിൽ നിന്ന് വിട്ടുപോന്നു. അങ്ങനെ ഞങ്ങൾ 5 വീട്ടുകാർ കൂടി ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ചിൽ ചേലച്ചോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെന്തക്കോസ്തിന്റെ കൂടിവരവ് എൻ്റെ പപ്പ മുഖാന്തരം ആരംഭിക്കാൻ ഇടയായി. 70 കാലഘട്ടത്തിൽ. അന്ന് പെന്തക്കോസ്ത് എന്ന് പറയുന്ന സഭകളോ ആ ഒരു നാമോ ഇവിടെ എങ്ങും കേൾക്കാനില്ല. ഞാൻ ഓർക്കുന്നു നിരവധി എതിർപ്പുകൾ. അങ്ങനെ പെന്തക്കോസ്തിന്റെ പ്രവർത്തനം ഞങ്ങൾ അവിടെ CSIയിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ആണ് അന്ന് ഈ കൂട്ടായ്മ ഞങ്ങൾ കൂടിയത്. കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് പാർക്കാൻ വീടില്ലാത്തതിന്റെ കൊണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നിരവധിയായ എതിർപ്പുകൾ അന്ന് ഉണ്ടായി. വീടിന് കല്ലെറിയുകയും എൻ്റെ പപ്പായെ വധഭീഷണി, അന്നത്തെ രീതിയിൽ വധഭീഷണി മുഴക്കി നാട് വിട്ടു പൊയ്ക്കോണം, ഇവിടെ വച്ച വെക്കാൻ ഒക്കത്തില്ലെന്നും പറഞ്ഞ ഒരുപാട് വെല്ലുവിളികളൊക്കെ ആ കാലത്ത് നടത്തുകയും ഞാൻ എൻ്റെ പപ്പയുടെ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ദേ ഒരു സൂത്രക്കാരൻ പോകുന്നു എന്നും പറഞ്ഞ് വഴിവെക്കൽ ആളുകൾ ഇരുന്ന് വിളിച്ചു കൂകി കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പെന്തക്കോസ്തിൻ്റെതായിരിക്കുന്ന ആ ഒരു അനുഭവത്തിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ആരംഭിക്കുമ്പോൾ പപ്പ സ്വന്തമായിട്ട് ആരുടെയും ഒരു ആശ്രയമില്ലാതെ ഈ ഒരു പെന്തക്കോസ്തിന്റെ ഒരു സ്വതന്ത്ര സഭയായിട്ട് അന്ന് അവിടെ അങ്ങനെ ആരംഭിച്ചു. ഒരു 2-3 വർഷക്കാലം അതൊരു സ്വതന്ത്ര സഭയായിട്ട് തന്നെ ഈ 4 വീട്ടുകാരും ഞങ്ങളും കൂടി വരും, പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ ഒരു 4 വർഷക്കാലം പോയപ്പോൾ ഈ കോട്ടയം ജില്ലയില് ആപ്പാഞ്ചിറ വെള്ളാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു TS മാത്യു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എങ്ങനെയോ ഇത് കേട്ടറിഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ വരികയും അദ്ദേഹം ഇൻഡിപെൻഡന്റ് ഫുൾ ഗോസ്പൽ ചർച്ച് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സഭ സ്ഥാപിക്കുകയും അങ്ങനെ ഞങ്ങൾ ആ സഭയുടെ ഭാഗമായി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വരികയും ചെയ്തു. അത് ആ പ്രവർത്തനം അതിൽ നിന്ന് തുടർന്ന് ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പുതിയ പ്രവർത്തനങ്ങളും ഒക്കെ പിന്നീട് പിൽക്കാലങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ ബാല്യകാലം പെന്തക്കോസ്തിന്റെ ഒരു അനുഭവത്തിൽ, അന്ന് ഞാൻ തീരെ ചെറുപ്പമാണ്, എനിക്ക് 8-10 വയസ്സൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് പൂർണ്ണമായിട്ട് പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വന്നു. അന്ന് എനിക്ക് കൂട്ടായ്മയോടോ പ്രാർത്ഥനയോടോ ആരാധനയോടോ ഒന്നും വലിയ
അറിവില്ല. എങ്കിലും അന്നത്തെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ സഭകൾ ഇങ്ങനെ സ്ഥാപിക്കുകയും ഓരോ സ്ഥലങ്ങളിൽ സ്ഥലം മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. ഞങ്ങളങ്ങനെ പിന്നീടുള്ള കാലം പാഴ്സണേജ് ജീവിതമായി. അപ്പോഴേക്കും ഞാനിങ്ങനെ അറിവ് വെച്ച് വന്നു. എനിക്ക് 7ാം ക്ലാസ്സിലായി, പിന്നെ 8ലായി, 9ലായി. ഈ സമയത്തൊന്നും ഓരോരോ വീടുകൾ മാറി ഇങ്ങനെ ഇരുന്നു. അന്നത്തെ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ആർക്കും ഒന്നുമില്ല. ആകെ കൂടെ ഇവിടുത്തെ ഹൈറേഞ്ചിൽ അന്നത്തെ ഒരു കൃഷി എന്ന് പറയുന്നത് കപ്പയാണ്. അതും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും ഒക്കെ തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അന്ന് ഭക്ഷിക്കാനുള്ളൂ. അങ്ങനെ കപ്പയും കാന്തുകാരി മുളകും മാത്രം തിന്നുകൊണ്ട് തീർക്കുന്ന ആളുകൾ അങ്ങനെ സുവിശേഷ വേല ചെയ്തു. പകുതി പട്ടിണി, വസ്ത്രമില്ലായ്മ, സ്വന്തമായിട്ട് വീടില്ലായ്മ, പട്ടിണിയില്ലായ്മ, അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഞാൻ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അറിവായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിന്നും പയ്യെ പുറകോട്ട് മാറി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രാർത്ഥനയും ഇങ്ങനെ ആരാധനയായിട്ട് എൻ്റെ പപ്പ നടക്കുന്നു, അമ്മയും നടക്കുന്നു. ഞങ്ങൾക്കൊരു തരി ഭൂമിയോ ഒരു വീടോ ഇല്ല, കഴിക്കാൻ ഒരാഹാരം വേണ്ട വിധത്തിലില്ല, ധരിക്കാൻ വസ്ത്രമില്ല. ഈ വസ്ത്രമില്ലായ്മയും പട്ടിണിയും ഈ നാട്ടുകാരിൽ നിന്നുള്ള പരിഹാസവും അവരുടെ നിന്ദാവാക്കുകളും ഒക്കെ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം വല്ലാണ്ട് നീറി. അപ്പൊ ഞാൻ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു, എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യണം. ഇനി ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് ഞാൻ കൂടെ കൂടുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ വരികയും പള്ളിയിൽ പോകും, പക്ഷെ പെന്തക്കോസിന്റെ ഒരു അനുഭവ വിശ്വാസമോ ഒന്നും ഇല്ലാതെ ഞാൻ ഒരു പൂർണ്ണ ജഡീകനായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ പിതാവിനെ ഞാൻ പലപ്പോഴും നാട്ടുകാരെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ നോക്കാതെ പണിയെടുത്ത് ജീവിക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരിഹസിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. കാരണം എൻ്റെ ഹൃദയവേദന കൊണ്ടാണ്. ഞാൻ നോക്കുമ്പോൾ മറ്റുള്ളവർ മാന്യമായി നല്ല വീടുകൾ പണിയുന്നുണ്ട്, അവർക്ക് വസ്തുക്കളുണ്ട്, കൃഷിയുണ്ട്. ഞങ്ങൾക്കിതൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വീട് മാറി കൂട് മാറി പോകുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയൊരു മനോഭാരം തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ ആ നാളുകള് വളരെ കഷ്ടത്തില് കഴിച്ചു കൂട്ടി. അങ്ങനെ ഏതാണ്ട് എനിക്കൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ കാലത്ത് ഒരു ഡ്രൈവിങ് പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഒരു ഡ്രൈവറായി ആകുവാനിടയായി തീർന്നു. 1983 എനിക്ക് അന്ന് ലൈസൻസ് എടുക്കത്തക്ക നിലയിൽ ഞാൻ ഡ്രൈവിങ് പഠിച്ചു. പക്ഷെ ആ നാട്ടിൽ വേണ്ട വിധത്തിലുള്ള വാഹനങ്ങളോ ഇല്ലായിരുന്നു. ഒന്ന്. രണ്ടാമത് എനിക്കൊരു ആ രീതിയിലൊരു ജോലി തരാൻ ആ നാട്ടിലുള്ള ആരും തന്നെ തയ്യാറായില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ വീണ്ടും കല്ല് ചുമക്കാനും പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പപ്പയുടെ ഒരു പെങ്ങളുടെ മകൾ, അവര് മലബാറിൽ വയനാട് ജില്ലയിൽ പുൽപ്പള്ളി എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവരന്നൊരു വണ്ടി വാങ്ങിച്ചു. അവർക്കൊരു നല്ല കാലമായിരുന്നു. ഇപ്പോൾ എന്നെ അങ്ങോട്ട്, ഞാനിങ്ങനെ വണ്ടി ഓടിക്കുന്ന ആളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എന്നെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ അങ്ങനെ 85 പുൽപ്പള്ളി എന്ന് പറയുന്ന, വയനാട്ടിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ കൂടെ പോയി. പിന്നെ ഈ വണ്ടി ഓടിക്കുക എന്നുള്ള ജോലിയിൽ ഏർപ്പെട്ടു. അവര് CSI-കാരായിരുന്നു. എന്നാലും ഞാൻ അവരുടെ കൂടെ പള്ളിയിലൊന്നും പോകത്തില്ല. അങ്ങനെ നിന്ന് വണ്ടി ഓടിച്ചൊന്ന് ഇഷ്ടം പോലെ സാമ്പത്തികം അങ്ങനെ വണ്ടി ഓടിച്ചൊക്കെ കിട്ടാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ വളരെ ജഡീകനായിട്ട് ലോകപരമായ ഒരു നല്ല ജീവിതം ഞാൻ ശരിക്കും ആസ്വദിച്ച് അങ്ങനെ നയിച്ചു. മദ്യപാനം, വെറിക്കൂത്തുകൾ മുതലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളും നയിച്ചുകൊണ്ട് ഞാൻ സുഖലോലുപനായിട്ട് അങ്ങനെ
90 വരെയുള്ള കാലഘട്ടത്തിൽ ഇനി ഞാൻ വയനാട്ടിലെ പുൽപ്പള്ളിയുടെ പ്രദേശത്ത് അങ്ങനെ നിന്നു. പക്ഷേ 90 ആയപ്പോൾ എൻ്റെ ഇളയ സഹോദരിക്ക് ഒരു ആലോചന വന്നു. ആ വിവാഹാലോചന വന്നപ്പോൾ പപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ ഈ പൈസ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നപോലെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ 4-5 വർഷമായിട്ടും അവരുടെ കൂടെ ഒന്ന് വണ്ടിയൊക്കെ ഓടിക്കുമെങ്കിലും ഞാൻ ആരോടും പൈസ ചോദിച്ചില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരാവശ്യം പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് അവരൊരു 15,000 രൂപ തന്നു. ആ രൂപ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്നത്തെ കാലത്ത് എൻ്റെ സഹോദരിയുടെ വിവാഹമൊക്കെ നടത്തി. അങ്ങനെ ഞാൻ ഇടുക്കി ജില്ലയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, നീ വീട്ടിൽ പോയിട്ട് വരണം, ഇനി തുടർന്നും ഇവിടുത്തെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ ഞാൻ പോന്നപ്പോൾ തന്നെ അവര് വേറൊരു ഡ്രൈവറെ ആക്കി വെക്കുകയും എൻ്റെ ജോലി അങ്ങനെ അവിടുത്തെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാൻ സ്വന്തം നാട്ടിൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വാഹനം ഓടിക്കാൻ അറിയാമെന്ന് ഇവിടെ ചുരുക്കം ചിലർക്ക് അറിയാവുള്ളൂ. എങ്കിൽ പോലും കാരണമായി തീർന്നില്ല. അപ്പോൾ തന്നെ ഞാൻ വളരെ നിരാശനായും വളരെ ഭാരമുള്ളവനായും ഞാൻ ഇനി എന്റെ മുമ്പിൽ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയോട് കൂടെ ഞാൻ അന്നൊക്കെയും ഭാരപ്പെട്ട് ഒരു തൊഴിലില്ലാതെ ഇരിക്കുന്നു. അപ്പോ 90 അവസാനത്തോടു കൂടെ എന്നോട് പപ്പ പറഞ്ഞു, മോനെ നീ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, നീ ഒരു വിവാഹം കഴിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുന്നില്ല, എനിക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. സ്വന്തമായിട്ട് തൊഴിലില്ലാത്തവനൊന്നും ആരും വിവാഹം കഴിക്കാനായിട്ട് പെൺകുട്ടികളെ തരത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ദൈവഗീതം എന്ന് പറയട്ടെ അങ്ങനെ ആലോചിച്ചു. ഞാൻ വടാട്ടുപാറ, കോതമംഗലം വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഒരു പെൺകുഞ്ഞിനെ ഞാൻ വിവാഹം കഴിച്ചു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് അല്ല, പിന്നെ ഞങ്ങൾ 2 പേരായി. അങ്ങനെ കുറെ നാളുകൾ വീട്ടിൽ അങ്ങനെ ഒരു തൊഴിലും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ പറയാൻ തുടങ്ങി, മോനെ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണം, അല്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല. എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് ഭയങ്കരമായിരിക്കുന്ന ഒരു പ്രസിംഗ് ഉണ്ടായി. ഭാര്യ വീട്ടുകാര് എനിക്കൊരു തൊഴിലില്ലെന്ന് അറിഞ്ഞപ്പോൾ അവർക്കും ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ വളരെ നിരാശനായി ഭാരത്തോടു കൂടെ ഞാൻ പലപ്പോഴും ദൈവത്തോട് പിറുപിറുത്തും ദൈവത്തെ ശപിച്ചും ദൈവദാസന്മാരെ ശപിച്ചും പ്രാർത്ഥനക്കാരെ ശപിച്ചും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ കുറെ നാളുകൾ അങ്ങനെ അങ്ങോട്ട് എൻ്റെ ജീവിതകാലം കുറെ തള്ളി വയ്ക്കും. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടവനായി ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത രീതിയിൽ ഞാൻ വളരെ അധികം ഭാരപ്പെട്ട് അങ്ങനെ കഴിയുന്ന ചില നാളുകളായിരുന്നു എൻ്റെ ആ കാലഘട്ടത്തിൽ നാളുകൾ. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു ബുക്ക് കിട്ടി. ബഹുമാന്യനായിരിക്കുന്ന PG വർഗീസ് സാറ് എഴുതിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, അനുഗ്രഹത്തിന് 7 തടസ്സങ്ങൾ എന്ന് പറയുന്ന ഒരു ബുക്ക്. ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി ആ ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നിരവധി കാര്യങ്ങൾ അതിനകത്ത് ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ അനുഗ്രഹിക്കപ്പെടാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ധൂർത്തുപുത്രന് സുബോധം വന്നപ്പോൾ അപ്പന്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചു എന്ന് ബൈബിളിൽ വായിക്കുന്ന പോലെ അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് ചിന്തിക്കാൻ ഇടയായി. എൻ്റെ കഴിഞ്ഞ നാളുകളിലേക്ക് ആ ചെറുപ്പകാലത്ത് 10 വയസ്സുള്ള സമയത്ത് വല്യച്ഛന്റെ വീട്ടിൽ നിന്ന് പ്രാപിച്ച ആ പെന്തക്കോസ്തിന്റെ ആ ഒരു അനുഭവമൊക്കെ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ഓർമ്മയിലേക്ക് അത് കടന്നു വന്നു. എൻ്റെ കഴിഞ്ഞുപോയ നാളുകളിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചെയ്ത പാപപ്രവൃത്തികളെ കുറിച്ചൊക്കെ എല്ലാം ഒരു വീണ്ടും വിചാരം എനിക്കുണ്ടായി. പക്ഷെ അങ്ങനെ ഉണ്ടായി ഞാൻ വളരെ ഹൃദയം നുറുങ്ങിയവനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. ദൈവമേ, ഇതുവരെയും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ വഴികളിലൂടെ ഞാൻ കടന്നുപോയി. എന്നാൽ ഞാൻ ചെയ്തു പോയതായിരിക്കുന്ന എല്ലാ പാപപ്രവൃത്തികളെ കുറിച്ചും തെറ്റുകളെ കുറിച്ചും എനിക്കിപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമേ, ഇനി ഞാൻ അങ്ങനെയുള്ള വഴിക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ബാല്യകാലത്ത് ഞാൻ കണ്ട കർത്താവിനെ, അല്ലെ എൻ്റെ മാതാപിതാക്കന്മാര് പിൻപറ്റിക്കൊണ്ട് പോരുന്ന ദൈവത്തെ എനിക്ക് കൂടുതലായിട്ട് അറിയണം. എനിക്ക് ആ ദൈവത്തെ എനിക്ക് അനുഭവിക്കണം എന്നുള്ള ഒരു തീരുമാനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ എടുത്തു. അങ്ങനെ ആ തീരുമാനം എടുത്തിട്ട്
ഞാന് പതിയെ പതിയെ ബൈബിളൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ വായിക്കാനായിട്ട് തുടങ്ങി. ഒരു രാത്രിയില് ഞാന് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്നെ ആരോ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ പേര് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ജെയിംസ് എന്ന് എന്നെ വിളിച്ചതുപോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയായിരിക്കും എന്നെ വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചിരുന്നു. ഇനി ഒന്നുകൂടെ വിളിക്കുവാണെങ്കിൽ വിളിക്കട്ടെ, അന്നേരം എന്താണെന്ന് ചോദിക്കാവുന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം ആ വിളി കേട്ടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാന് വീണ്ടും കിടന്ന് പയ്യെ കണ്ണടച്ചപ്പോൾ ഒന്നുകൂടെ ആ ശബ്ദം കേട്ടു. ജെയിംസ് എന്ന് വിളിക്കുന്ന പോലെ തോന്നി. അപ്പൊ വീണ്ടും ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ഇത് അമ്മയാണോ വിളിച്ചത്, ആരാന്ന് അറിയട്ടെ. അപ്പൊ പിന്നെ ആദ്യം ചിന്തിച്ചതുപോലെ ഞാൻ ഒന്നുകൂടെ ചിന്തിച്ചു. അപ്പോ അനക്കങ്ങളൊന്നുമില്ല. അപ്പോഴും എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. മൂന്നാം പ്രാവശ്യവും ഇതുപോലെ ഒരു വിളി കേട്ടു. അപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. കിടക്കയിൽ നിന്ന് അമ്മ എന്തായിരിക്കും വിളിച്ചതെന്ന് അറിയാൻ വേണ്ടി ഞാൻ കിടന്നിടന്ന് എഴുന്നേറ്റ്, അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്തൊരു അവസരമാണ്, വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഞാന് ഇതും കൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്നു. അപ്പൊ അമ്മ കിടക്കുന്നിടത്ത് നോക്കിയപ്പോ അമ്മ നന്ന കൂർക്കം വലിച്ച് നല്ല ഉറക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി അമ്മയല്ലെന്ന്. പിന്നെ എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടക്കമേലായിരിക്കുമ്പോൾ ഒരാള് എന്നോട് വന്നിട്ട് എൻ്റെ ചെവിയിൽ പറയുന്ന പോലെ എനിക്ക് തോന്നി, 127 സങ്കീർത്തനം 1 വാക്യം നീ വായിക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഞാന് 127 സങ്കീർത്തനം 1 വാക്യം അന്ന് രാത്രിയിലെ വിളക്കുവെട്ടത്തിൽ എടുത്ത് വായിച്ചപ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുകയാണ്: യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ വാക്യം വായിച്ചു. പക്ഷെ എനിക്ക് അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാനൊന്നും അന്ന് പറ്റിയില്ല. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ എന്ന ആ വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ട് എനിക്ക് അതിന്റെ ഒന്നും അറിയത്തില്ല. ആരോടും ചോദിക്കാനും എനിക്ക് പറ്റുന്നില്ല. ഞാനതെന്റെ മനസ്സിൽ കരുതി. ഞാനങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പിന്നെയും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെക്കുറിച്ച് ദൈവത്തിന് എന്താണ് പദ്ധതി? ദൈവമേ, ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം വരുന്നില്ല. എൻ്റെ വഴിയെല്ലാം അടഞ്ഞു. എനിക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല, മുന്നോട്ടില്ല. മരിക്കാൻ എനിക്ക് ഭയമാണ്, മരണത്തെ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് അതിനും ഇനി ഞാൻ തയ്യാറല്ല. ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ പല ദിവസങ്ങൾ കിടന്നു. ഒരു ദിവസം രാത്രിയില് ഞാനൊരു സ്വപ്നം കണ്ട സ്വപ്നം ഇതാണ്: എൻ്റെ കാലിന്റെ പാദം മൂടുന്നത്രം വെള്ളമുള്ള പരന്നൊഴുകുന്ന ഒരു പുഴ. അതിനകത്തൂടെ ധാരാളം മത്സ്യങ്ങൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ എൻ്റെ കയ്യിൽ ഒരു വല തന്നിട്ട് പറഞ്ഞു, നീ ഇത് വീശാൻ പറഞ്ഞു. ഞാൻ ആ വല മേടിച്ച് വീശി വലിച്ച് കരക്ക് കയറ്റിയപ്പോൾ ആ വല നിറച്ച മത്സ്യങ്ങളെ കരക്കോട്ട് വലിച്ചിടുന്നതായിട്ട് ഒരു സ്വപ്നം ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ ഉണർന്നെഴുന്നേറ്റു. ഞാൻ ചിന്തിച്ചു, എനിക്ക് വല എന്താണെന്ന് അറിയില്ല, വീശ് എനിക്കറിയില്ല, മീൻപിടുത്തം അങ്ങനെ ഞാൻ പിടിച്ചിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ല. പിന്നെ എന്തായിരിക്കും ഇതിങ്ങനെ മീൻ പിടിക്കുന്ന കാര്യം? ഞാൻ അങ്ങനെ മീൻ പിടിക്കാനൊന്നും പോകുന്ന ആളല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. പക്ഷേ അതിനും എനിക്കൊരു മറുപടി കിട്ടിയില്ല. എങ്കിലും ഈ സ്വപ്നം എൻ്റെ മനസ്സിൽ കിടന്നു. വീണ്ടും ഞാനിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഈ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്വപ്നം കൂടെ കണ്ടു. ഒരാള് എൻ്റെ കയ്യിൽ ഒരു കൂടം കൊണ്ട് തന്നിട്ട് ഒരു വലിയ പാറക്കഷ്ണം കാണിച്ചു തന്നു. വലിയൊരു പാറക്കഷ്ണം കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത് പൊട്ടിക്കണം. അപ്പോൾ തന്നെ ഞാൻ അത് ഏറ്റെടുത്തു, പൊട്ടിക്കാവുന്നതായി. അപ്പോ ഞാനത് കൂടെ എടുത്ത് ഇങ്ങനെ പാറക്കിട്ട് അടിക്കുന്നു. അടിച്ച് ഒരു പകുതി മുക്കാലും പൊട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആകെ മടുത്തു. ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ വിശ്രമിക്കുന്നു. അപ്പൊ തന്നെ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, നമ്മളൊരു പണിക്ക് കൂടിയാല് ആ പണി പൂർത്തീകരിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ, നമുക്ക് അതിന്റെ കൂലി കിട്ടത്തില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ചിന്ത വന്നു. ഉടനെ ഞാൻ വീണ്ടും ആ കൂട് കൊടുത്ത് ആ പാറയൊക്കെ തല്ലി പൊട്ടിക്കുന്നു. എല്ലാം പൊട്ടിച്ച് ചില്ല് കഷ്ണങ്ങളാക്കി വെക്കുന്നു. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഈ 2 സ്വപ്നവും എൻ്റെ മനസ്സിലിരുന്നു. പക്ഷെ ഇത് എന്താണ് എന്നൊന്നും അന്ന് എനിക്ക് മനസ്സിലായില്ല.
പിന്നീട് ആണ് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായത്. പിന്നീട് സുവിശേഷങ്ങൾ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: ആഹ് സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും സകലവിധ മത്സ്യവും പിടിക്കുന്ന വലയോട് സദൃശ്യം എന്ന് എഴുതിയിരുന്നു. അപ്പോഴാണ് എനിക്ക് അതിന്റെ പൊരുൾ മനസ്സിലായത്. ഞാൻ വീശിയ വല സുവിശേഷമാണെന്നും മീന് വിശ്വാസികളാണെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി. രണ്ട്, ഇരമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്: യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ ആ വചനത്തിന്റെയും പൊരുൾ എനിക്ക് മനസ്സിലായി. ദൈവവചനമാകുന്ന ചുറ്റിക കൊണ്ട് ആ വ്യക്തികളാകുന്ന പാറ കഷ്ണങ്ങളെ ഉടച്ച് കഷ്ണങ്ങളാക്കണമെന്നുള്ള ആ ഒരു ദൈവിക ശുശ്രൂഷയാണ് ദൈവം എന്നെ കണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പിൽക്കാലങ്ങളിലാണ് അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ 91 ഞാന് ഒരു തീരുമാനത്തിലെത്തി: ഇനി ലോകപ്രകാരം ഞാൻ പോകുന്നില്ല, ഇനി ഒരു ദൈവ മകനായി തന്നെ എനിക്ക് ജീവിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടെ ഞാൻ ഇരിക്കുമ്പോൾ എന്റെ പിതാവ് വന്ന് പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നതായ ഇപ്പോൾ പുനലൂരുള്ള പാസ്റ്റർ എസ്.കെ. തോമസ് അവറുകളുടെ ഒരു കൂട്ടായ്മ എന്റെ പപ്പ നിമിത്തം ഇടുക്കി ജില്ലയിൽ ആരംഭിക്കാൻ ഇടയായി. അങ്ങനെ ആ കൂട്ടായ്മയിലേക്ക് വന്നപ്പം പറഞ്ഞു: എടാ, നീ ഇനി അങ്ങനെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് കാര്യമില്ല, ഒരു പുതിയ പ്രസ്ഥാനം, നീ സുവിശേഷ വേല ചെയ്യ്, ദൈവം നിന്നെ അനുഗ്രഹിക്കും, സുവിശേഷ വേല നിനക്ക് ചെയ്യണം, നീ എന്റെ പിൻഗാമിയാകണം, ഞാൻ ചുമക്കുന്ന വചനം നീ ചുമക്കണം എന്നൊക്കെ കുറെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും അതിലേക്ക്, കാരണം എന്റെ ബാല്യകാലത്ത് പപ്പ സുവിശേഷ വേല ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പപ്പയൊക്കെ ഉണ്ടായ ആ ദുരനുഭവങ്ങള്, കളിയാക്കലുകള്, പട്ടിണി, പരിവട്ടങ്ങള്, വസ്ത്രമില്ലായ്മ, പാർപ്പിടമില്ലായ്മ, ഭൂമിയിൽ, ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ എന്റെ മനസ്സിലൂടെ അലയടിച്ചപ്പോൾ ഞാനും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ എനിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എന്റെ ഹൃദയത്തിൽ തോന്നുകയും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്നുള്ള ഒരു നിശ്ചയവും ഞാൻ എടുത്തില്ല, ഒരു പ്രതിജ്ഞ ഞാൻ എടുത്തില്ല. അപ്പൊ എനിക്ക് തോന്നി പപ്പയ്ക്കുണ്ടായ അതേ അനുഭവമായിരിക്കും എനിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് വേണ്ട, സുവിശേഷ വേല വേണ്ട, ഏതെങ്കിലും ഒരു സഭയുടെ വിശ്വാസിയായിട്ട് ഇരുന്നാൽ മതി എന്ന് എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. അങ്ങനെ ഞാൻ ഇരിക്കുന്ന അവസരത്തിൽ ഈ സ്വപ്നം രണ്ടും എന്റെ ഹൃദയത്തിൽ ദൈവം എന്നെ വീണ്ടും അത് എടുത്ത് ഓർപ്പിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇത് എന്നെ കുറിച്ചുള്ള ഒരു ദൈവഹിതമായിരിക്കും. അങ്ങനെ 91 പുനലൂരുള്ള എസ്.കെ. തോമസ് സാറിന്റെ ബൈബിൾ സ്കൂളിൽ ഞാൻ കടന്നു പോവുകയും അവിടെ ചെന്ന് ബൈബിൾ സ്കൂൾ പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ അവിടെ ബൈബിൾ പഠിക്കാൻ ചെന്നെങ്കിലും ഞാൻ ഡ്രൈവർ ആയിരിക്കുന്നുണ്ട്. അന്ന് സാറിന് ഒരു കാർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിദേശ മിഷണറിമാരൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ഞാൻ ഡ്രൈവറാണെന്ന് അറിഞ്ഞപ്പോൾ സാർ എന്നെ ആ ഒരു തസ്തികയിലേക്ക് വണ്ടി ഓടിക്കുക, ക്ലാസ്സിൽ ചെന്നിരിക്കും, അപ്പൊ സാറ് വന്ന് വിളിക്കും, എനിക്ക് പഠിക്കാൻ ഒക്കില്ല. അപ്പൊ അങ്ങനെ ഒരു വർഷക്കാലം അങ്ങനെ നിന്നു. അവിടുന്ന് ആ ബൈബിൾ സ്കൂള് ഇടുക്കി ജില്ലയിലുള്ള അണക്കര, കുമ്മളിക്ക് അടുത്തുള്ള അണക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു വർഷം എനിക്ക് പോയി പഠിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ 1-2 വർഷം ഞാൻ ബൈബിൾ സ്കൂളിലെ പഠനം എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രാദേശിക സഭയിൽ, ഇടുക്കിയിലുള്ള സഭയിൽ അന്ന് ഒരു തിരുവനന്തപുരത്തുള്ള ഒരു കർത്തദാസൻ ഉണ്ടായിരുന്നു, ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അവിടുത്തെ പാസ്റ്റർ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാനിങ്ങനെ ശുശ്രൂഷകനായിട്ടൊക്കെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ട് 2 വർഷക്കാലം അവിടെ ആ അപ്പച്ചന്റെ കൂടെ സുവിശേഷകല്ലേ. 1994 ഹൈറേഞ്ചിലെ കീരത്തോട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ചെറിയ പ്രവർത്തനം ആരംഭിച്ചു. വിശ്വാസികളൊന്നുമില്ല, ഒരു അപ്പനും ഒരു അമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്നെ അവിടുത്തെ ഉപദേശിയാക്കി അന്ന് നിയമിച്ചു. ഈ കീരിത്തോട്ടില് ഞാനും അന്ന് എൻ്റെ എനിക്കൊരു മോനുണ്ടായി. മോനുണ്ടായതിന്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. അതും ഈ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിവാഹം കഴിച്ചു. 4 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. 90 വിവാഹം കഴിഞ്ഞെങ്കിലും 4 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ
ഹോസ്പിറ്റലിലൊക്കെ കടന്നുപോയി. ഒരു ടെസ്റ്റിന് ഞാൻ വിധേയപ്പെട്ടു. അപ്പോ അന്നത്തെ രീതിയിൽ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല, അതുകൊണ്ട് ആ കാര്യം വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അന്നത്തെ എന്റെ തീഷ്ണതയും വിശ്വാസവും വലുതായിരുന്നത് കൊണ്ട് ഞാൻ ഈ വിഷയം വീട്ടിൽ വന്ന് എന്റെ ഭാര്യയോട് ഷെയർ ചെയ്തു. അവളോട് ഞാൻ പറഞ്ഞു, എടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം, ദൈവം നമുക്കൊരു കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം എടുത്ത് തുറന്നു വെച്ചിട്ട് അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വന്നതും ഈ അടുത്ത വർഷം നിങ്ങൾക്കൊരു മകൻ ഉണ്ടാകുന്ന അവരെ അനുഗ്രഹിച്ചു പോയത് ആ സംഭവമല്ല ഞങ്ങൾ വായിച്ചിട്ട് ഞാനും അവളും കൂടെ കൂടി ആ വേദഭാഗത്ത് ഞങ്ങളുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എനിക്കിപ്പം 30 വയസ്സ് പ്രായമേ ഉള്ളൂ, അബ്രഹാമിന് 100 വയസ്സുണ്ടായപ്പം നീ ഒരു മകനെ കൊടുത്തില്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 30 വയസ്സല്ലേ ഉള്ളൂ, എനിക്ക് എന്തുകൊണ്ട് എനിക്കൊരു മകനെ തന്നുകൂടാ കർത്താവേ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ 94-ല് ഞങ്ങൾക്കൊരു മകനെ ലഭിക്കാനിടയായി. അവന്റെ പേര് സാം എന്ന് വിളിക്കുന്നു. ഷൗമേൽ എന്നാണ് പേര്, ചുരുക്കപ്പേര് സാം എന്ന് വിളിക്കുന്നു. അങ്ങനെ ആ ഒരു മകൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആ മകൻ അങ്ങനെയാണ് ആ ഒരു മകന് അവന് അങ്ങനെ 94-ലാണ് ആ മകൻ ഞങ്ങൾക്കുണ്ടാകുന്നത്. അപ്പൊ ആ മകൻ എന്ന ഒരു 6 മാസം പ്രായമുള്ള സമയത്താണ് ഞാൻ അന്ന് സുവിശേഷ വേല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ അപ്പച്ചന്റെ അമ്മയുടെ വീട്ടിൽ പോയി സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി. അവിടെ ചെല്ലുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് അന്ന് ഈ അപ്പച്ചന് 2 രൂപ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തരും. അതിൽ 1 രൂപ ഞങ്ങൾക്ക് വണ്ടിക്കൂലിയും 1 രൂപ ചായ കുടിക്കാൻ. അങ്ങനെ ആ ഒരു രീതിയിൽ ആ 2 രൂപയും വാങ്ങി ഞങ്ങളെ കൊച്ചിന് അന്ന് 50 പൈസ കൊടുത്താൽ ബിസ്ക്കറ്റ് കിട്ടും. 50 പൈസയുടെ ഒരു കൂടി ബിസ്ക്കറ്റും വാങ്ങി ഞങ്ങള് വീട്ടിലേക്ക് ആ 1 രൂപ കൊടുത്ത് വണ്ടിക്കൂലിയും കൊടുത്ത് വീട്ടിൽ പോരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ 94-ല് അങ്ങനെ 4 വർഷം 94 തുടങ്ങി 95 മുതൽ 5 വർഷം 2000 വരെ ആ പ്രവർത്തനത്തിന് ഞാൻ അവിടെ വർക്ക് ചെയ്തു. ഏതാണ്ട് അവിടെ ആ സ്ഥലത്ത് ഏതാണ്ട് ഒരു 30ഓളം ആളുകൾ അന്ന് 8 കുടുംബത്തിൽ നിന്നായി 8-9 കുടുംബത്തിൽ നിന്നായി ഏതാണ്ട് 30ഓളം വരുന്ന പ്രായമുള്ളവരും കുട്ടികളും കൂടി 30ഓളം വരുന്ന ആളുകൾ അവിടെ കൂടി വന്നു. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു സ്ഥലമില്ലായിരുന്നു, വാടകയ്ക്കായിരുന്നു. ഞാൻ നിന്നതായ പ്രസ്ഥാനത്തോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കാനായിട്ടൊരു സ്ഥലം വേണം, അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞപ്പോൾ അവര് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് എന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. അതെന്നെ മാനസികമായി വളരെയധികം മുറിപ്പെടുത്തി. അപ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളുമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, മറ്റ് ചർച്ച് പണിത് വരുന്ന ആരുടെയെങ്കിലും കൂടെ പോകണമെന്ന് അവരാവശ്യപ്പെട്ടതനുസരിച്ച് അന്ന് പിന്നീട് എബനേസർ എന്ന് പറയുന്ന ഒരു ചർച്ചുമായിട്ട് കൂടി നിൽക്കുകയും വിശ്വാസികള് അവര് ചേർന്ന് നിന്നപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് മാറി അന്ന് വീട്ടിലിരുന്ന് ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞാനും എന്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ദൈവഹിത പ്രകാരമുള്ള ഒരു ശുശ്രൂഷ, ഒരു സഭ, ഒരു ഫെലോഷിപ്പ് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ 6-ാമത്തെ ദിവസം ആയപ്പോൾ ഷാരോൺ ഫെലോഷിപ്പിലുള്ള ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ ഈ പ്രാർത്ഥനയെ സംബന്ധിക്കാൻ വന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുമായിട്ട് ചേർന്ന് വേണേൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ തീരുമാനം പറയുന്നില്ല, 7 ദിവസം കഴിയട്ടെ, കർത്താവ് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതനുസരിച്ച് ചെയ്യാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ 7-ാമത്തെ ദിവസം വീണ്ടും ആ ദേവദാസം വന്നു. ഞങ്ങളെ നിർബന്ധിച്ചു, ഒരു ചർച്ച നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരാം, നിങ്ങൾ അവിടെ വേല ചെയ്യുന്ന നല്ലൊരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അടിമാലിയിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ കീഴിൽ ഞാന് വെൺമണി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു വേല ആരംഭിച്ചു. അന്ന് ഞങ്ങളവിടെ ഞാൻ എൻ്റെ മോന് 5 വയസ്സുണ്ട്. വണ്ടി വാഹന സൗകര്യങ്ങളൊന്നും അങ്ങോട്ടില്ല. ഏതാണ്ട് 10 കിലോമീറ്റർ നടന്നാണ് അവിടെ ഞങ്ങൾ പോകുന്നത്. ഞാനും അന്ന് എനിക്ക് ചെറുപ്രായമായിരുന്നു, അതുകൊണ്ട് നടക്കാനുള്ള ആരോഗ്യമൊക്കെ ദൈവം അന്ന് തന്നു. അങ്ങനെ നടന്ന് അവിടെ ചെന്ന് അവിടെ ഈ പറഞ്ഞ പോലെയാണ് ഒരു ഗ്രാമമാണ്, അവിടെ പോയി വേല ചെയ്തു. ഏതാണ്ട് 22ഓളം കുടുംബങ്ങളെ കർത്താവ് അവിടെ ഞാൻ 12 വർഷം ആ സഭയുടെ പാസ്റ്ററായിട്ട് അവിടെ 22ഓളം കുടുംബങ്ങളെ കർത്താവ് അവിടെ തന്നു. 80ഓളം വിശ്വാസികളെ കാണാനിടയായി. ഒന്നുമില്ലാതിരുന്ന ശൂന്യതയിൽ നിന്ന് സകലത ഉളവാക്കാൻ കഴിയുള്ള എൻ്റെ ദൈവം മനോഹരമായിരിക്കുന്ന ഒരു ആലയം അവിടെ പണിതെടുക്കുവാൻ എന്നെ ഉപയോഗിച്ചു. അപ്പോൾ
കർത്താവ് എനിക്ക് തന്ന ദർശനത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാനിടയായി. ആ വലയിട്ട് മീൻ പിടിക്കുന്ന ആ ഒരു അനുഭവം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ 12 വർഷം ആ സഭയുടെ പാസ്റ്ററായിട്ട് അവിടെ ഇരുന്നു. അതിനുശേഷം അവിടുന്ന് എനിക്ക് ട്രാൻസ്ഫർ ആയി. 3-4 ഇപ്പോൾ ഇരിക്കുന്നത് 3-ാമത്തെ പന്നെടുത്താൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതും ഹൈറേഞ്ചിൽ ഒരു ഹിൽ ഏരിയ ആണ്. അവിടെ ഇപ്പൊ ആയിട്ട് 6 മാസം ആകാൻ പോകുന്നതേ ഉള്ളൂ. 6 ആയില്ല, 6 മാസം തികയുന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഷാരോൺ ഫെലോഷിപ്പിന്റെ ഒരു പാസ്റ്ററായിട്ട് ഞാൻ സേവനം ചെയ്യുന്നു. ഏതാണ്ട് 5 വർഷത്തോളം ഫെലോഷിപ്പിന്റെ ഒരു സെക്ഷൻ പാസ്റ്ററായിട്ട് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ കർത്താവ് എനിക്ക് തന്നു. ഇപ്പോൾ അനാരോഗ്യം എന്നെ അലട്ടുന്നത് കൊണ്ട് ആ തസ്തികയിലൊന്നും ഞാനില്ല. ലോക്കൽ സഭയുടെ മാത്രം ശുശ്രൂഷകനായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കർത്താവിന്റെ വേല ET സിറ്റി എന്ന് പറയുന്ന, വെൺമണിയിൽ നിന്ന് മാറി ET സിറ്റി എന്ന് പറയുന്ന ആ സ്ഥലത്ത്, അടിമാലിക്കടുത്ത് ET സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഒരു ചങ്കലുവേദന പോലെ ഒരു അസ്വസ്ഥത ഉളവാകുകയും അത് അവൾക്ക് ശരീരത്തിന്റെ നീർക്കെട്ട് പോലെ തോന്നി. ഉടനെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, ഇപ്പൊ അത് മെഡിക്കൽ കോളേജാണ്, അന്ന് ജില്ലാ ആശുപത്രിയാണ്. അവിടെ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു വാർത്തയാണെന്ന് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് ഇടയായി തീർന്നത്. അന്ന് ഞങ്ങളെ നോക്കിയ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ് എന്ന് പറയാനിടയായി. ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടർ നിർദ്ദേശിച്ചു. ഇവിടെ ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട വരും, ബ്രസ്റ്റ് എടുത്ത് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അത് പിന്നീട് ശരീരം മുഴുവൻ വ്യാപിച്ചിട്ട് മരണപ്പെടും. അങ്ങനെ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. അവിടെ അതിനുള്ള സംവിധാനമില്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭയെ ഇത്രയും വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞാലും സാധുക്കളാണ്. 10 രൂപയാണ് സ്വത്രാഴ്ച പാത്രം, എല്ലാം കൂടെ 700 രൂപ അന്നത്തെ കാലത്ത് കിട്ടും. 10 രൂപ വെച്ച് എല്ലാവരും ഇട്ട് ആ ഒരു വരുമാനമൊക്കെ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ഈ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാനൊക്കെ വന്നു. ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, സാറേ ഞങ്ങൾ ഇന്നുപോലെ സുവിശേഷകരാണ്, സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, സാറ് ആ കാര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞു. എന്തായാലും ദൈവത്തിന്റെ കൃപയാല് വലത്തെ സൈഡിലെ ബ്രസ്റ്റ് ഓപ്പറേറ്റ് ചെയ്തത് മാറ്റി. 2014-ലായിരുന്നു ഈ ഓപ്പറേഷൻ ചെയ്ത്. കൃപയാൽ ഇന്ന് വരെയും ശാരീരികമായ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും രോഗത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും ഇന്ന് വീട്ടുകാർത്തിക്കില്ല. അവള് സന്തോഷവതിയായിട്ടിരിക്കുന്നു. അങ്ങനെ അവളുടെ ക്യാൻസർ രോഗം ബ്രസ്റ്റ് എടുത്ത് മാറ്റി. അങ്ങനെ അവൾ സന്തോഷവതിയായിട്ട് ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പിന്നെ മോന് കഴിഞ്ഞ വർഷം വിവാഹിതനായി. അവന് ഒരു 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ശാരീരികമായി വളരെ ക്ഷീണിതനാണ്. ഞാൻ ഏതാണ്ട് 15-20 വർഷത്തോളമായിട്ട് ഞാൻ ഡയബറ്റീസ് രോഗിയാണ്. ഞാൻ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മരുന്ന് കഴിച്ചു. ഈ കഴിഞ്ഞ വർഷം ഡയബറ്റീസ് കൂടുതലായി. അത് എൻ്റെ കിഡ്നിയെ ബാധിച്ചു. തുടർന്ന് ഞാനൊരു കിഡ്നി പേഷ്യൻ്റ് ആയിട്ട് മാറി. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. ഇപ്പോഴേതാണ്ട് 1 വർഷമായിട്ട് ഞാൻ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, മുരിക്കാശ്ശേരിയിൽ. അവിടെ 7 മാസം അവിടെ ചെയ്തു. ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ അതിനുള്ള ഒരു ചെറിയ സൗകര്യം എനിക്ക് ലഭിച്ചു. ഇപ്പോൾ ഞാൻ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃപയാല് ഞാൻ നിൽക്കുന്നു. എങ്കിലും 8 മാസക്കാലം എനിക്ക് ദൈവവേല ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ശാരീരികമായ വല്ലാത്ത ക്ഷീണം. പക്ഷേ അതെന്നെ വളരെയേറെ വേദനിപ്പിച്ചു. ഭവനത്തിലായിരിക്കുമ്പോഴും ഞായറാഴ്ച ദിവസങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വളരെ ദിവസം കരയാനിടയായി തീർന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് കർത്താവ് എന്നെ ഇപ്പം ബലപ്പെടുത്തി. ഇപ്പോൾ 3-4 മാസമായിട്ട് ഞാൻ ഈ പൊന്നെടുത്താൻ എന്ന് പറയുന്ന ആ സഭയില് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 കുടുംബക്കാര് മാത്രമുള്ള, അതായത് 8 പേര് മാത്രം കൂടി വരുന്ന ഒരു കൊച്ചു സഭയാണ് അവിടുത്തെ സഭ. കാരണം വലിയൊരു സഭയുടെ ചുമതലയേൽക്കാൻ എൻ്റെ അനാരോഗ്യം എന്നെ അത്
കണക്കാക്കിയായിരിക്കും എൻ്റെ പ്രസ്ഥാന സംഘടനക്കാരതിന് എന്തോ തയ്യാറായില്ല. എന്നാലും ഞാൻ എൻ്റെ നിർബന്ധം മൂലം എനിക്കൊരു കൊച്ചു സഭ തന്നു. ഞാനിപ്പോൾ ആ സഭയുടെ ശുശ്രൂഷകനായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് പരസ്യങ്ങളൊക്കെ നടത്താനായിട്ട് പോകും. കൂട്ടുദാസന്മാരുടെ കൂടെ പരസ്യത്തിന് പ്രസംഗിക്കാനൊക്കെ ആയിട്ട് പോകുന്നു. അങ്ങനെ ഒരു ദൈവകൃപ കർത്താവ് എനിക്ക് തന്നു. എനിക്ക് ഇനി ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യം എത്ര കാലം ഭൂമിയിലായിരിക്കുമെന്ന് എനിക്കറിയില്ല. ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യവും ഒക്കെ കർത്താവിൻ്റെ മഹനീയമായിരിക്കുന്ന വേലയിൽ വ്യാപൃതനായിരിക്കണം എന്ന് മാത്രമേ ഇനി എനിക്ക് എൻ്റെ ഒരാഗ്രഹമുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവും മരിക്കുന്നെങ്കിൽ ലാഭവും. ആ ഒരു ആപ്തവാക്യമാണ് എൻ്റെയും ആപ്തവാക്യമായി ഞാൻ അതിനെ ഏറ്റെടുക്കുകയാണ്. കഴിവുള്ളിടത്തോളം കർത്താവിൻ്റെ വേല ചെയ്യുക, അതാണ് എൻ്റെ ഇനി മുൻപോട്ടുള്ള എൻ്റെ ആഗ്രഹം. അതിനായി ഇപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവദാസനും ഈ രോമ ടിവിയും അതിനുവേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരവസരം എനിക്ക് ഒരുക്കി തന്ന അരോമ ടിവിയോടും പിന്നെ അതിൻ്റെ സംഘാടകരായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഡാനിയൽ പാസ്റ്ററോടും അതുപോലെ എന്നെ ഈ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ ബഹുമാന്യനായ ഷൈജു പീറ്റർ പാസ്റ്ററോടുമുള്ള എൻ്റെ അകമഴിഞ്ഞ നന്ദിയെ, സ്നേഹത്തെ ഞാൻ ഈ സമയം ഞാൻ ഓർക്കുകയാണ്, പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ കുടുംബമായി ഞാനും ഭാര്യയും മകനും മകളും കുഞ്ഞുമകളും ഞങ്ങൾ 5 പേരും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും തുടർന്നുള്ള ഞങ്ങളുടെ ശുശ്രൂഷയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സാക്ഷ്യത്തെ ഞാനിവിടെ നിർത്തുകയാണ്. അവസരം തന്ന ബഹുമാനീയമായ ടിവിയോടുള്ള നന്ദിയെ ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ സമയം ഈ അരോമ ടിവിയിലൂടെ അടിയന്റെ ചെറിയ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ദൈവം ഒരുക്കി തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എളിയവന്റെ സാക്ഷ്യം കേൾക്കുന്നവരിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമമഹത്വത്തിനായി നിൽക്കുവാനുള്ള കൃപ തരണമേ. ഈ പ്രോഗ്രാം ചെയ്യുന്ന ഇതിന്റെ സംഘാടകരെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ അനേകർക്ക് ആശ്വാസമായും അനേകർക്ക് വിടുതലായും മാറുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും മറച്ചു പിടിക്കണം. മഹത്വം അങ്ങ് മാത്രം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായും സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് അവറുകൾ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവ് എടുത്തതായ ആ വചനം ശുശ്രൂഷ ചെയ്യുവാൻ അടുത്തൊരു തലമുറയ്ക്കായി ദൈവം ഒരുക്കിയതായ ആമേനെ കർത്താവിൻ്റെ ദാസനെ ദൈവം തിരഞ്ഞെടുത്ത ആ പദ്ധതികളെക്കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിതാക്കന്മാർ ചുമന്നതായ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അത് തലമുറകളിലേക്ക് പകരപ്പെടുവാൻ ദൈവം വിശ്വസ്തനാണ് എന്നുള്ളത് ആമേനെ ദൈവദാസന്റെ വാക്കുകളിലൂടെ, അഥവാ ശൂന്യതകളിൽ പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, അത് അടുത്ത ഒരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു, ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ പലതുണ്ടെങ്കിൽ പോലും
പരിമിതി കൂടാതെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നമ്മോട് കൂടെയിരിക്കുന്ന, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവദാസന് സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെ ഏറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രോമാ ടിവിയുടെ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. അതുപോലെ തന്നെ രോമാ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ സംബന്ധിക്കണം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം ഒരുമിച്ച് വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com